പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. എൻ്റെ കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ, എൻ്റെ കൂട്ടുകാരെ, പ്രത്യേകിച്ച് യുവാക്കളെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? സ്ലീവാ തിരുനാൾ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച പള്ളിയിലൊക്കെ പോയി അല്ലേ? നമുക്ക് കടമുള്ളൊരു ദിവസമാണ് കേട്ടോ. കടമെന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുന്നവരില്ലെങ്കിലും സഭാപിതാക്കന്മാർ ദേവാലയങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നമ്മെ നിർദ്ദേശിക്കുന്ന, നിർബന്ധമായിട്ടും പോകാനായിട്ട് നിർദ്ദേശിക്കുന്ന ചില ദിവസങ്ങളിലൊക്കെ ഒന്നാണ് ഈ സ്ലീവാ തിരുനാളിൻ്റെ ദിനം. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ സ്ലീവായെ കണ്ടെടുത്ത മഹത്തായ ദിനത്തിൻ്റെ ആ പുണ്യദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഈ ദിവസം മന്നായുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ വലിയ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷമുണ്ട് കേട്ടോ, മനോഹരമാണ്. ഒരു വൈദ്യൻ എഴുതിയ മനോഹരമായ ഒരു ഡോക്ടറിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ മനോഹരമായിട്ട് എഴുതിയ വളരെ ഉപമകളുള്ള സുവിശേഷം 18-ാമത്തെ അധ്യായം കർത്താവിൻ്റെ ഒരു യാത്ര വിവരിക്കുന്നുണ്ട്. മനോഹരമാണ്. എരീഹോവിലേക്ക് പോകുക. എൻ്റെ കർത്താവിനെ നിങ്ങളൊന്ന് അവൻ്റെ എന്താ പറയുക പശ്ചാത്തലം ഒന്ന് നിങ്ങൾ അറിയണം. അന്നത്തെ വലിയൊരു ഹീറോ, അത്ഭുതങ്ങളെ കാണിക്കുന്നവൻ, ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്നവൻ, ഒരു വിപ്ലവകാരി, വലിയൊരു എന്താ പറയുന്ന ഒരു നേതാവിൻ്റെ പരിവേഷം എൻ്റെ ക്രിസ്തുവിനുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ എപ്പോഴും ആളുകൾ കാണും. വലിയ ആരാവാരങ്ങളോടെ, ശബ്ദങ്ങളോടൊക്കെ ആയിരിക്കും അവനെപ്പോഴും ആ തെരുവുകളിലൂടെ നടന്നു പോകുക. ഒരന്ധനിത് കേൾക്കുക. എന്തെത്ര വലിയൊരു ശബ്ദം! ആളുകളോട് ചോദിക്കും. അവർ പറയും, കർത്താവ് നടന്നു പോകുന്നുണ്ട്, യേശുക്രിസ്തു എന്ന മനുഷ്യൻ നടന്നു പോകുന്നു, കേട്ടിട്ടുണ്ട്. അവനുടനെ മനസ്സിലായി, എൻ്റെ അന്ധത മാറ്റാനായിട്ട് ഇതിലും വലിയൊരു ഡോക്ടറില്ല. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ നിലവിളിച്ചു. ഞാനതൊന്ന് മാറ്റാം. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നവൻ ഷാഢ്യത്തോടെ പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മറന്നു പോകുന്നൊരു വലിയൊരു ഘടകമാണ് കേട്ടോ, ഷാഢ്യത്തോടു കൂടെയുള്ള പ്രാർത്ഥന. നല്ലതൊന്നുമല്ല. എന്ത് പ്രാർത്ഥിക്കുന്നത് സാത്താന് നല്ലതല്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ അനുഭവമുള്ളവരൊക്കെ ഉണ്ടാകും. എപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയോ ഉടനെ വരും കേട്ടോ ഒരു സൈന്യം, സാത്താൻ്റെ ഒരു സൈന്യം നിന്നെ പ്രാർത്ഥനയെന്ന് മുടക്കാൻ. നീ പ്രാർത്ഥിക്കുന്നത് സഹിക്കവയ്യാതെ നിന്നെ കളിയാക്കാൻ, നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു വലിയൊരു സൈന്യത്തെ സാത്താൻ ഇറക്കും. ഇവിടെയും സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ കൂടെ അവൻ്റെ വചനങ്ങളെ കേട്ട്, അത്ഭുതങ്ങളെ കേട്ട് നടന്നിരുന്ന ഈ പുരുഷാരത്തിൽ ചിലർ അന്ധനായ മനുഷ്യനെ ശകാരിച്ചു. മിണ്ടാതിരിക്കട. ചിലരൊക്കെ അടിച്ച് കാണാം, വായ പൊത്തിപ്പിടിച്ച് കാണാം, അവൻ്റെ ഭിക്ഷാപാത്രം വലിച്ചെറിഞ്ഞ് കാണാം. അവൻ മിണ്ടാതൊന്നും ഇരുന്നില്ല. പ്രലോഭനങ്ങളുണ്ടാവുന്നേ പ്രാർത്ഥിക്കുമ്പോൾ, തടസ്സങ്ങളുണ്ടാവുന്നേ പ്രാർത്ഥിക്കുമ്പോൾ. ദൈവം വന്നിരിക്കുന്ന ഒരു വിശുദ്ധൻ, ബൈബിളും കക്ഷത്തിലേന്തി എന്ന കളിയാക്കലുകൾ ഉണ്ടാകുമെന്നേ പ്രാർത്ഥിക്കുമ്പോൾ. നമ്മൾ ഈ 8 ദിവസത്തെ നോമ്പ് കഴിഞ്ഞിരിക്കുന്നൊരു സമയമൊക്കെയാണല്ലോ. 8 നോമ്പ് പല നമ്മുടെ സഹോദരി സഭകളിലൊക്കെ വലിയ പ്രശസ്തമാണ് കേട്ടോ. നമ്മുടെ സഭ അതിന് അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും നമ്മുടെ പാരമ്പര്യത്തിലും ഈ നോമ്പിൻ്റെ ദിനങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഈ ദിവസം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ നോമ്പിനെ അറ്റ്ലീസ്റ്റ് 8 ദിവസമെങ്കിലും ചില പ്രത്യേക സാധനങ്ങളൊക്കെ, ചില ലഹരിയുടെ മേഖലകളൊക്കെ ഒന്ന് ഒഴിവാവണം, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്. പക്ഷേ 3-ാമത്തെ ദിവസം മുതൽ, അത് കൃത്യമായിട്ട് ഡേറ്റ് അങ്ങോട്ട് പറയാം, സെപ്റ്റംബർ 3-ാം തീയതി മുതൽ കൂട്ടുകാരുടെ വലിയ പ്രലോഭനമാണ്. നീ വാടാ, നമുക്കറിയാം നമ്മളൊക്കെ ആഘോഷങ്ങളുടെ ദിനങ്ങളാണ്. ഈ ദേശം, ഈ കേരള ദേശം മുഴുവൻ ആഘോഷത്തിലാണ്. നീ വാടാ, കൂട്ടുകൂടാം, ചില സാധനങ്ങളൊക്കെ പ്രലോഭനങ്ങളാണ്. ഒന്ന് പ്രാർത്ഥിച്ചേക്കണം എന്ന് പറഞ്ഞാൽ വന്നേ. എന്തെങ്കിലും ആകട്ടെ. ഞാൻ നോമ്പ് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തെ വിളിച്ചു, ഇടവക്കാരന്. ഇല്ല അച്ഛാ,
വിജയകരമായിട്ട് ആ നോമ്പ് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. എന്ത് നാം ഉപേക്ഷിക്കണമെന്ന് തീരുമാനിക്കണം, അതാണ് നമുക്ക് കൂടുതൽ കിട്ടുക. അത് സാത്താൻ്റെ നമുക്ക് തരുന്ന വലിയൊരു പ്രലോഭനമാണ്. നീ പ്രാർത്ഥിക്കാനായിട്ട് വെച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന പല മേഖലകളും നിനക്ക് ലഭിക്കും. കുടുംബ പ്രാർത്ഥനയുടെ സമയത്തായിരിക്കും അതുവരെ വിളിക്കാത്ത ചില കൂട്ടുകാരൊക്കെ നിന്നെ വിളിക്കുക, ചില തടസ്സങ്ങൾ വരിക, പ്രിയരെ പ്രലോഭനങ്ങളുണ്ടാകും. ശാഠ്യത്തോടെ നിലവിളിയോടെ എൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. സങ്കീർത്തന പുസ്തകം 34 അധ്യായം 6 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഈ എളിയവൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു, അത് കർത്താവ് കേട്ടു, അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. തമ്പുരാൻ്റെ മുൻപിൽ മൗനമായിട്ടിരിക്കുന്നതല്ല കേട്ടോ. നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയ ആരാധനകൾ, വിശുദ്ധ കുർബാനകൾ പലപ്പോഴും വലിയ വിഷമം തോന്നിയിട്ടുണ്ട് അച്ഛന്. വിശുദ്ധ കുർബാനകൾക്ക് കടന്നു വന്ന് ഒരു പ്രതിമ കണക്കെ നിൽക്കുന്നവരെ വൈദികൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി പറയാനായിട്ട് എൻ്റെ അതരങ്ങളെ തുറക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ വലിയൊരു വൈരുദ്ധ്യാത്മകമായ കാര്യം, ഈ കുർബാനകൾക്കും ആരാധനകൾക്കും വാതുറക്കാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന, ഊമനെ പോലിരിക്കുന്നവരായിരിക്കും ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുന്ന ഉടനെ ചിലപ്പോൾ വല്ല യോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വല്ല ആഘോഷ പരിപാടികൾക്ക് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നത്. തമ്പുരാൻ നിനക്ക് നൽകിയ ആരോഗ്യവും ശബ്ദവും നിനക്ക് നൽകിയ എല്ലാ കഴിവുകളും കർത്താവിന് വേണ്ടി ഉപയോഗിക്കാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ കരുതി വെച്ചിട്ടുള്ളത്? പ്രാർത്ഥിക്കും മക്കളെ, ഒരിച്ചിരി സമയമെങ്കിലും ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന്, ശാഠ്യത്തോടെയുള്ള പ്രാർത്ഥന അർത്ഥമാക്കുന്നത് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കേ. ഒരു വൈദികനെയും കാണിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനകൾക്ക് കടന്നു വരണ്ട, അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തുള്ളവനെയോ കാണിക്കാനായിട്ട് നീ ആരാധനകളിൽ പങ്കെടുക്കേണ്ട. അതുകൊണ്ട് ഗുണമില്ല. നിൻ്റെ ഹൃദയത്തിലൊരു തോന്നൽ വേണം. അച്ഛൻ 150ഓളം കുടുംബങ്ങളുണ്ട് അച്ഛൻ്റെ ഇടവകയിൽ. അപ്പോൾ ഈ ചില കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ, അവരെ സന്ദർശിക്കാനായിട്ട് പരിചയപ്പെടാനായിട്ട് കടന്നു പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത മുഖങ്ങളായിരിക്കാം. കാരണം പള്ളിയിൽ വരാത്തവരാണ്. വിശുദ്ധ കുർബാനകളോട് പറയാമോ എന്നറിയില്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുക, അലർജിയുള്ളവരാണ്. പക്ഷെങ്കിലും അവരെ നിർബന്ധിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിലല്ല കേട്ടോ, മറിച്ച് അവർക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരാനായിട്ടൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ഓരോ വൈദികനും വിജയിക്കുന്നത്. അത് തമ്പുരാൻ്റെ ഒരു കൃപ അച്ഛന്മാർക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്നേ. അതുപോലെ അച്ഛൻ്റെ നിർബന്ധമോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ നിർബന്ധമോ മക്കളുടെ നിർബന്ധമോ ഒന്നുകൊണ്ടും അല്ല ആരാധനകൾ. എൻ്റെ ഹൃദയത്തിലൊരു തോന്നലോടെ, ശാഠ്യത്തോടെ നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. അന്തൻ ചോദിക്കുന്നുണ്ട്, ആരുടെയും ശകാരം കേട്ടവൻ നിർത്തിയില്ല. കർത്താവ് എന്നോട് കരുണ തോന്നണേ, എൻ്റെ അന്ധതയൊന്ന് മാറ്റിയേക്കണേ. അതെപ്പോഴും പറയും, ഹിറ്റ് ദ മാർക്ക്. ആ ഒരു അമ്പൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും സെൻറ്ററിൽ തന്നെ തറച്ചേക്കണം. പ്രാർത്ഥന അങ്ങനെ തന്നെയാണ്. വീടോ കാറോ അല്ലെങ്കിൽ നല്ല മക്കളെയോ അല്ലെങ്കിൽ നല്ല ആരോഗ്യമോ ഇതല്ല പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിലൊക്കെ ഉപരിയായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് എപ്പോഴെങ്കിലും, തമ്പുരാനെ എനിക്ക് നല്ലപോലെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് തരണേ ഒന്ന് പ്രാർത്ഥിച്ചാൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നേ. കർത്താവ് ഇന്ന് എൻ്റെ വാക്കോ അല്ലെങ്കിൽ എൻ്റെ ചിന്തയോ അല്ലെങ്കിൽ എൻ്റെ നോട്ടോ മൂലം ഒരാൾ പോലും വേദനിക്കാതിരിക്കാനായിട്ട് എൻ്റെ വാക്കുകളെ, എൻ്റെ മനസ്സിനെ, എൻ്റെ നോട്ടത്തെ, എൻ്റെ സ്പർശനത്തെ വിശദീകരിക്കണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ മുൻപിലൊക്കെ കർത്താവ് ഒരു വലിയൊരു മാജിക്കുകാരനാണ് കേട്ടോ. വും എന്ന് പറയുമ്പോഴേക്കും ചില അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന അതല്ല പ്രാർത്ഥന മക്കളെ. ശാഠ്യത്തോടെ ഹൃദയം തുറന്ന് ദൈവിക അനുഭവത്തിലൂടെ ചില സമയങ്ങളിൽ നിലവിളിച്ച്, അത് ശബ്ദം മാത്രമല്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിലവിളിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ആ അന്ധന് സൗഖ്യം കിട്ടിയതുപോലെ നിൻ്റെ ജീവിതത്തിലും അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കും.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഒരാഴ്ച ആവട്ടെ, ഒരാഴ്ച മുഴുവൻ കേട്ടോ. ഇതെപ്പോഴും പറയുന്നു, കുർബാനയിൽ പ്രാർത്ഥനകളിൽ സജീവമായിട്ട് പങ്കെടുക്കുക. ആരുടെ നിർബന്ധപ്രകാരമല്ല, എൻ്റെ തോന്നൽ കൊണ്ട് പങ്കെടുക്കാൻ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ടുള്ള അവസരം ദൈവത്തിന് കൊടുക്കുക. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഒരാഴ്ച അച്ഛന്മാർക്കൊക്കെ വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ. പല ദേവാലയങ്ങളിലും പല മേഖലകളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാത്തിലും ദൈവികമായിട്ടുള്ള കൃപയുണ്ടാകാനായിട്ട് പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വൈദികരെ ഓർക്കുക, സഭയെ ഓർക്കുക. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.